കടൽക്ഷോഭത്തിൻ്റെ ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ തീരദേശവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന വലിയ ആശങ്കയും പ്രയാസങ്ങളും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഇന്നത്തെ സാഹചര്യം വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് സർക്കാരിൻ്റെ തീരുമാനപ്രകാരം ഞങ്ങളെല്ലാവരും ഇന്നിവിടെ വന്നിട്ടുള്ളത്. MLA രമ്യ ഹരിദാസ് ഇത് സംബന്ധിച്ച് ഗവൺമെൻറ്റിന് കത്ത് തരികയുണ്ടായി. പ്രാദേശികമായി ഇവിടെ നിന്ന് വിവിധ സംഘടനകൾ, നമ്മുടെ അച്ഛന്മാരൊക്കെ അടക്കം വിവിധ സംഘടനകൾ നിവേദനങ്ങൾ സമർപ്പിക്കുകയുണ്ടായി. കാര്യം ഗവൺമെൻറ് വന്നിട്ട് ചുരുങ്ങിയ സമയമായുള്ളെങ്കിൽ പോലും ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് അടിയന്തരമായി ഇവിടെ സന്ദർശിക്കുവാൻ ഉള്ള തീരുമാനമാണ് ഞങ്ങൾ എടുത്തത്. അതിൻ്റെ ഭാഗമായി ഫിഷറീസ് വകുപ്പ് മന്ത്രി ഗഫൂർ ആദ്യം ഇവിടെ സന്ദർശനം നടത്തുകയുണ്ടായി. തുടർന്ന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലത്തിലും ഇതിന് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ടെന്നുള്ളതുകൊണ്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട പ്രധാന ഉദ്യോഗസ്ഥരോട് ഇവിടെ ഇന്ന് നേരത്തെ മുൻകൂർ വന്ന് സന്ദർശിക്കാനും കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനും പറഞ്ഞിരുന്നു. സൂപ്രണ്ടിംഗ് എഞ്ചിനീയറും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ വരികയും കാര്യങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് തരികയും ചെയ്തിരുന്നു. അതിൻ്റെ കൂടെ വെളിച്ചത്തിലാണ് MLAയുടെ പ്രസൻസിൽ പ്രാദേശികമായി ഇവിടുത്തെ ജനപ്രതിനിധികളുടെയും പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, ബ്ലോക്ക് നേതാക്കൾ, ജനപ്രതിനിധികൾ എല്ലാവരുടെയും കൂടെ സാന്നിധ്യത്തിൽ ഒരു വിസിറ്റ് ഇവിടെ വയ്ക്കാമെന്ന് തീരുമാനിച്ചത്. ഇപ്പോൾ കണ്ടതനുസരിച്ച് ഇവിടെ വളരെ ആശങ്കാജനകമായ സാഹചര്യങ്ങൾ നിൽക്കുന്നുണ്ട്. എന്നാൽ കുറേ പരിഹാര നടപടികൾ ഇപ്പോൾ ഇവിടെ തുടങ്ങി വച്ചിരിക്കുകയാണ്. അപ്പോൾ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമുക്ക് പരമാവധി വേഗത്തിൽ പൂർത്തിയാക്കണം. വന്ന് സന്ദർശിച്ചതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, ജനങ്ങൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ജനപ്രതിനിധികളും ജനങ്ങളും ചൂണ്ടിക്കാണിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ തൃപ്തികരമായൊരു പരിഹാരത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഇപ്പോൾ ആശ്രയിക്കാവുന്ന CWPRSൻ്റെ ഒരു സ്റ്റഡി റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിലാണ് ഇപ്പോൾ കുറേ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അവർ ജൂലൈ മാസം വീണ്ടും ഇവിടെ ഒരു വിശദമായ ഡീറ്റെയിൽഡ് DPR ഉണ്ടാക്കുന്നതിന് വേണ്ടി പഠനം നടത്തുന്നുണ്ട്. അവരുടെ DPR നമ്മുടെ ഒരു അടിസ്ഥാന രേഖയായി സ്വീകരിക്കാം എന്നുള്ളതാണ് പ്രാഥമികമായി ഇവിടെ വന്ന സന്ദർശനത്തിൽ നിന്ന് എനിക്കുണ്ടായ ഒരു നിഗമനം. അതാണ് ഉദ്യോഗസ്ഥരിൽ നിന്നും ഇപ്പോൾ ഹാർബർ എഞ്ചിനീയറിങ്ങിൻ്റെ തലത്തിൽ അവർ ഫിഷറീസിൻ്റെ, അതുപോലെ ഇറിഗേഷൻ്റെ എല്ലാം വിവിധ തലങ്ങളിലാണ് വർക്കുകൾ നടക്കുന്നത്. അപ്പോൾ ഇത് ഓരോന്നും ചെയ്തു പോകുന്നതിൻ്റെ കൂടെ നമുക്ക് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ സംബന്ധിച്ച് പൂർണ്ണമായും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നത്, ഇപ്പോൾ അഡ്രസ്സ് ചെയ്യാത്ത വിഷയങ്ങൾ കൂടി പ്രത്യേകം നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. പുതിയതായി പരിശോധിക്കണം, പുതിയതായി ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച് നിരവധി ആവശ്യങ്ങളുണ്ട്. ഇതെല്ലാം ചേർത്തുകൊണ്ട് നമുക്കൊരു ഭാവിയിലേക്ക് സുരക്ഷിതമായൊരവസ്ഥ ഈ പ്രദേശത്തെ ജനങ്ങൾക്കുണ്ടാകണം. അഞ്ചുതെങ്ങ് പഞ്ചായത്ത് തന്നെ ഇല്ലാതാവുന്ന ഒരു നിലയിലാണ് ഇപ്പോൾ MLAയും മറ്റ് ജനപ്രതിനിധികളും ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. തീർച്ചയായിട്ടും ഈ പഞ്ചായത്ത് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം. ജനങ്ങളും ഇവിടെ ജീവിക്കുന്ന കുടുംബങ്ങളും തീർച്ചയായിട്ടും സംരക്ഷിക്കപ്പെടണം. അതിന് കഴിയുന്ന വിധത്തിലുള്ള നടപടികളുണ്ടാകും. അതിൻ്റെ ഭാഗമായി നമുക്ക് ഓരോ വകുപ്പുകളുടെ തലത്തിൽ ചെയ്ത നടപടികൾ പരിശോധിക്കുന്നതോടൊപ്പം ഈ കാര്യത്തിൽ കോർഡിനേഷൻ ആവശ്യമാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. ഞാനത് MLAയുമായി സംസാരിക്കുകയുണ്ട്, ആശയവിനിമയം നടത്തി. മറ്റ് ജനപ്രതിനിധികളുടെ എല്ലാവരുടെയും കൂടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ 2 മന്ത്രിമാർ സംയുക്തമായി ഈ പ്രദേശത്തെ ജനപ്രതിനിധികളെ കൂടെ ചേർത്ത് ഒരു ഹൈ ലെവൽ മീറ്റിംഗ്, ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം പങ്കെടുക്കുന്ന വിധത്തിൽ വിവിധ വകുപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വിലയിരുത്താവുന്ന വിധത്തിലും തുടർന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പരിശോധിക്കാവുന്ന വിധത്തിലും ഒരു ഹൈ ലെവൽ മീറ്റിംഗ് സംയുക്തമായി വിളിക്കുന്നതാണ്. അപ്പം അതിൽ ഒരു യോജിച്ച തീരുമാനം നമുക്ക് കൊണ്ടുവരികയും അതേ തുടർന്ന് ഇതിപ്പോൾ ഒരു വകുപ്പുകളുടെ ഏകോപനം വളരെ പ്രധാനപ്പെട്ടതാണ്. വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ മാത്രമേ നമുക്കൊരു തൃപ്തികരമായ ഈ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ സംയുക്തമായ 2 മന്ത്രിമാരുടെ തലത്തിൽ യോഗം വിളിച്ച ശേഷം ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ ധനകാര്യമന്ത്രി എന്നതിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. തീരപ്രദേശങ്ങൾക്കും ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾക്കും എല്ലാം വലിയ പരിഗണന നൽകിക്കൊണ്ടാണ് ബഡ്ജറ്റ് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ആവശ്യമെങ്കിൽ നമുക്ക് 2ാം ഘട്ടം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ ആദ്യത്തെ ഘട്ടത്തിലെ കാര്യങ്ങൾ കഴിഞ്ഞ ശേഷം പിന്നീട് ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ കൂടെ ശ്രദ്ധയിൽപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ കൂടി നേതൃത്വത്തിൽ സഹായത്തോടു കൂടി പ്രശ്നപരിഹാരത്തിന് വേണ്ട അഡീഷണൽ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ സൂചിപ്പിക്കാവുന്നത്. അത് 2 മന്ത്രിമാരുടെ യോഗം നിയമസഭ പിരിഞ്ഞ ശേഷം വിളിച്ചു ചേർക്കുന്നതാണ്. ആ യോഗത്തിൽ ബന്ധപ്പെട്ട എല്ലാവരും അറിയിക്കും. അത് MLA ആ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യും. അപ്പോൾ ഇത് വകുപ്പുകളുടെ ഏകോപനവും ഇക്കാര്യങ്ങൾ ക്രമീകരിക്കുന്നതെല്ലാം വേണ്ടി കോർഡിനേറ്റ് ചെയ്യാനുള്ള ചുമതല തീർച്ചയായിട്ടും MLA രമ്യ ഹരിദാസിനെ ഏൽപ്പിക്കുന്നു. ബാക്കി കാര്യങ്ങളെല്ലാം തുടർന്ന് ഗവൺമെൻറ് ലെവലിൽ പ്രാഥമികമായി പരിശോധിച്ച ശേഷം നമ്മുടെ ഹൈ ലെവൽ മീറ്റിംഗിൽ തീരുമാനിക്കുന്നതാണ്. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്
fashion jewelry, wholesalers and manufacturers. ആറ്റിങ്ങൽ, പോത്തങ്കോട്, ആലങ്കോട്, തൃശൂർ, ദുബായ്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.